ഹായ്, KTM 2024 മോഡൽ 390 അഡ്വഞ്ചർ വന്നിട്ട് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അതിൻ്റെ സ്പൈ ഷോട്ടുകളെല്ലാം വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. സോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനാണ് ഈ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ തോട്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. ഹിമാലയൻ 450യുടെ ബിഗ് ഡാഡി എന്നും പറയാം. അതേപോലെ തന്നെ KTMന്റെ 390 അഡ്വഞ്ചർ പ്രോപ്പർ ഓഫ് റോഡ് സ്പെക്കിലും അതേപോലെ തന്നെ കോമ്പാക്ട് ഡിസൈനിലാണ് 2024 മോഡൽ വന്നിട്ട് KTM പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ലെവൽ വണ്ടി തന്നെയാണ്. നമുക്ക് ഡെക്കാർ റാലിയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ടിലുള്ള ലുക്കും അതേപോലെ തന്നെ ഷാസിസിന്റെ ആണെങ്കിലും ശരി, അങ്ങനെ ആ ഒരു ടൈപ്പിലാണ് ലുക്കും എല്ലാം കൂടെ കൊടുത്തിരിക്കുന്നത് KTM. ഗോയിങ് ഓൺ മോഡലിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് KTM വന്നിട്ട് 2024 മോഡൽ ADV 390ക്ക് വന്നിട്ട് കൊടുത്തിരിക്കുന്നത്. ലൈറ്റിംഗിൽ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള 2 പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് ഫ്രണ്ടിലും അതേപോലെ തന്നെ DRLും പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. പുതിയ മോഡലിലുള്ള വലിയൊരു വൈസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത് വന്നിട്ട് നമുക്ക് ടൂറിങ്ങിനെല്ലാം ബെറ്റർ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വൈസർ തന്നെയാണ്. അതേപോലെ തന്നെ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ട് ന്യൂ ഡിസൈനിലാണ്. ബോഡി പാനൽ വർക്കും അതേപോലെ തന്നെ ഷാസീസും ഫ്രെയിം എല്ലാം വന്നിട്ട് പുതിയ ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും പഴയ മോഡലിനെക്കാട്ടിലും. പ്രീവിയസ് മോഡലിലെ സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പ് ആയിരുന്നു. ഇതിൽ വന്നിട്ട് സിംഗിൾ ലേഔട്ട് സീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 43 mm WP അപെക്സിന്റെ USD ഫോർക്കാണ് ഫ്രണ്ടിലും അതേപോലെ തന്നെ മോണോഷാക്കാണ് റിയറിൽ വരുന്നത്. രണ്ടും വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതിനൂടെ തന്നെ സ്പോക്ക് വീലാണ് നൽകുന്നത്. അത് വന്നിട്ട് നമുക്ക് ഓഫ് റോഡ് കാപ്പബിലിറ്റിക്ക് അടിപൊളിയായിരിക്കും. ട്യൂബ്ലെസ് ടയർ അല്ല, ട്യൂബ് ടയറാണ്. 390 ഡ്യൂക്കിലുള്ള സെയിം കളർ TFT ഡിസ്പ്ലേ തന്നെയാണ്. 2024 മോഡലിലുള്ള സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വന്നിട്ട് കൊടുക്കുന്നത്. സോ അതിൻ്റെ ഉള്ള അതേ സെയിം ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ട് നമുക്ക് ഇതിലും പ്രതീക്ഷിക്കാം. റൈഡിംഗ് മോഡ് അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളെല്ലാം വന്നിട്ട് നമുക്ക് ഇതിലും പ്രതീക്ഷിക്കാം. മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് ഇതിന്റെ എഞ്ചിൻ സൈഡാണ്. 399cc സിംഗിൾ സിലിണ്ടർ DOHC എഞ്ചിനാണ്, ലിക്വിഡ് കൂൾഡ്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് 46 PS പവറും അതേപോലെ തന്നെ 39 Nm ഓഫ് ടോർക്കും വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു എഞ്ചിന്. 6 സ്പീഡ് ഗിയർ ബോക്സും സ്ലിപ്പർ ക്ലച്ച് ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ്. ഒരു മോഡലിനെ കുറിച്ച് നിങ്ങൾ എന്താണ് തിങ്ക് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ തോട്ട്സ്. ഇതിന്റെ ഒരു എക്സ്പെക്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് 4.31 ലാഖിനെക്കാട്ടിലും കൂടുതലാവാനാണ് ചാൻസ് വരുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓൺലൈനിലെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസാണ് ഞാൻ കാണുന്നത്. ഇതിനെക്കാട്ടിലും ചിലപ്പോൾ കൂടാനാണ് ചാൻസ് ഓൺ റോഡ് വരുമ്പോൾ.